ജലമാമാങ്കത്തിന് തയ്യാറെടുത്ത് പുന്നമട 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇനി 2 നാൾ മാത്രമാണുള്ളത്. അവസാനഘട്ട പരിശീലന തുഴച്ചിലാണ് ക്ലബ്ബുകൾ. തുഴച്ചിൽക്കാരിൽ 25%-ലധികം ഇതര സംസ്ഥാനക്കാരുണ്ടെന്ന പരാതിയിൽ പരിശോധന ശക്തമാക്കും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണക്കാലത്ത് നമ്മുടെ ഒരു ഏറ്റവും ആവേശമേറിയ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാനൊരുങ്ങുന്നത്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, മറ്റു വിവരങ്ങൾ? ശ്രുതി ആലപ്പുഴയും പുന്നമടയും കേരളം ഒന്നാകെയും വള്ളംകളിയുടെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ശനിയാഴ്ചയാണ് പുന്നമടക്കായലിൽ വള്ളംകളി നടക്കാൻ പോകുന്നത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ തുഴക്കാരും അതോടൊപ്പം തന്നെ ടീമുകളൊക്കെ തന്നെയുള്ളത്. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 25%-ലധികം ഇതര സംസ്ഥാന തുഴക്കാർ പാടില്ല എന്ന ചട്ടം കൃത്യമായി തന്നെ പാലിക്കണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ കലക്ടർ. നേരത്തെ പല പരാതികളും ഉയർന്നിരുന്നു. ചില ടീമുകളിലെങ്കിലും 25%-ലധികം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുഴക്കാരുണ്ട് എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പരാതി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുന്നമടയിൽ മറ്റ് ഫിനിഷിംഗ് പോയിന്റും അതോടൊപ്പം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഒക്കെ തന്നെ റെഡിയായി കഴിഞ്ഞു. എന്തായാലും ആവേശത്തിലേക്ക് കടക്കുകയാണ് പുന്നമട കായലും അതോടൊപ്പം തന്നെ ആലപ്പുഴയും. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സമ്പൂർണ്ണ കവറേജുമായി റിപ്പോർട്ടറും അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.